ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത്. അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ മീനൂട്ടിയുടെ കാര്യം കഷ്ടത്തിൽ തന്നെയാണ്. ആ ഒരു മന്ത്രി ഒപ്പിട്ട പേപ്പർ കാണാതായതും തുടങ്ങിയ ദുരിതമാണ് കേട്ടോ. അങ്ങനെ സസ്പെൻഷൻ എന്ന ആ ഒരു ഇതിലേക്കാണ് നമ്മുടെ മീനൂട്ടി പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷെ ബാലന് അറിയില്ല. ബാലന് ബാലനോട് ദേവി പറഞ്ഞത് നിങ്ങൾ കേട്ടുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. കാര്യങ്ങളൊക്കെ വെറും സിമ്പിളാണ്. ഇതൊക്കെ വെറും പറച്ചിലൊക്കെ ഉള്ളൂ. സർക്കാർ ഓഫീസല്ലേ, അവിടെയൊക്കെ ഇതിനൊക്കെ എന്തെങ്കിലും പരിഹാര മാർഗം കാണുമായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇത് അവിടെയും ഇവിടെയും നിൽക്കുന്ന കേസല്ല എന്നൊന്നും ബാലൻ അറിയുന്നില്ല. ബാലൻ നാളെയാണ് അറിയാൻ പോകുന്നത് ഇത് നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന കേസല്ല എന്ന്. അങ്ങനെ നമ്മുടെ മീനൂട്ടിക്ക് നാളെ സസ്പെൻഷൻ കൊടുക്കുകയാണ്. അങ്ങനെ സസ്പെൻഷൻ കൊടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. കൊടുത്തില്ല, ഇതുവരെ ആയിട്ടില്ല. ആ ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് സസ്പെൻഷൻ തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മീന് ഭയങ്കര കരച്ചിലാട്ടോ. ഈ സമയത്താണ് ദേവിയാണെങ്കിൽ ഇതൊന്നും അത്രയ്ക്ക് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എങ്കിലും ദൈവമേ, എൻ്റെ ഭഗവതി രക്ഷിക്കണേ, ഒരു പ്രശ്നം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയില്ലായിരുന്നല്ലോ ദേവിക്ക് ആ പേപ്പറിൽ അങ്ങനെയാണെന്ന് ഒരിക്കലും ദേവിക്ക് അറിയില്ലായിരുന്നു. ദേവി ഓർത്തോണ്ടിരുന്ന ഏതോ ഒരു പേപ്പർ, അത് കണ്ടിട്ടോ വായിച്ചിട്ടോ ഒന്നും പുള്ളിക്കാരിക്ക് പിടികിട്ടിയില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരി കളഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ച് പറയുന്നുണ്ട്, പുള്ളിക്കാരിയുടെ അമ്മയോട് ദേവി വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടമ്മേ. പേപ്പർ ഞാനാ ചുരുട്ടിക്കൂട്ടി കളഞ്ഞത്. ബാലച്ചനും ഉണ്ടായിരുന്നു. എന്തു മണ്ടത്തരമാ മോളെ നീ കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവിയുടെ അമ്മ. അപ്പം ദേവി പറയുന്നുണ്ട്, ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ചെന്ന് അമ്മ ഈ പറയുന്നത്. അതിന് ഞാൻ വായിച്ചു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയായിരുന്നു. പക്ഷെ എനിക്ക് വായിച്ചു നോക്കാൻ അറിയില്ലല്ലോ. അതിന് പകരമായിട്ട് വേറെ ഞാൻ ആരുടെ കയ്യിലും കൊണ്ടു കൊടുത്താൽ എനിക്ക് അത് മോശപ്പേരല്ലേ ഉണ്ടാകത്തുള്ളൂ. ഞാൻ പഠിക്കാത്തവളാന്നല്ലേ അറിയത്തുള്ളൂ. നിങ്ങൾ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് ഇപ്പം എനിക്കാ ഇവിടെ കുരിശ്. ഞാൻ ആ പേപ്പർ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിച്ചാൽ മതിയായിരുന്നു. ആരെക്കൊണ്ട് വായിപ്പിക്കാനാ? എൻ്റെ കഷ്ടകാല ആ സമയത്ത് എനിക്ക് വീടാൻ തോന്നിയതോ, ആ പേപ്പർ കാണാൻ തോന്നിയതോ, അത് ചുരുട്ടിക്കൂട്ടി കളയാൻ തോന്നിയതോ, അത് തപ്പി ഞാൻ മടുത്തു. വേറെ എല്ലാ പേപ്പറും അവിടെയുണ്ട്, പക്ഷെ ആ പേപ്പർ മാത്രം അവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ടെൻഷനൊന്നും അടിക്കണ്ട. ഏതായാലും നീ ഇത് കണ്ടിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല. ഇനി ബാലച്ചൻ വല്ലതും പറഞ്ഞു കൊടുക്കുവോ എന്ന് ചോദിച്ചപ്പോൾ ബാലച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടമ്മേ. ബാലച്ചനും കൂടെ കുറ്റക്കാരനാവൂലോ ഇതിന്റെ കൂടെ. അപ്പൊ അതുകൊണ്ട് ബാലച്ചൻ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം ബാലച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാലച്ചൻ പറയത്തൊന്നുമില്ല. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലമ്മേന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറൊക്കെ അല്ലേ മോളെ, ചിലപ്പം പറയാൻ പറ്റത്തൊന്നുമില്ല. ഏതായാലും മോള് ഒന്നും കണ്ടതായിട്ടും കേട്ടതായിട്ടും ഒന്നും നടിക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നമ്മുടെ മിത്രക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മിത്രയ്ക്ക് ഈ ദേവിയുടെ പരിഭ്രമവും ഈ ദേവിയുടെ വെപ്രാളവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ മിത്രയ്ക്ക് വല്ലാത്തൊരു സംശയമാണ്. അങ്ങനെ മിത്ര പറയുന്നുണ്ട് ഗോമതിയോട്, അമ്മേ, മീനാക്ഷി ചേച്ചിയുടെ പേപ്പർ അത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് മിസ്സായതെങ്കിൽ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചിലവർക്ക് വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ട് ഈ പേപ്പറിന്റെ കാര്യം പറയുമ്പം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അല്ല, ആരെയും കുറ്റപ്പെടുത്തി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തെളിവൊന്നുമില്ല, അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. എൻ്റെ മനസ്സിൽ സംശയം ചിലപ്പോൾ അത് സംശയമായിരിക്കണം എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലെന്ന് പറയാം. ഈ സമയത്താണ് നമ്മുടെ മീനൂട്ടിക്ക് അവിടെ സസ്പെൻഷൻ കിട്ടി എന്ന് പറയുന്നുള്ള ആ ഒരു മെയിൽ വന്നേക്കുന്നത്. ആ ഒരു സസ്പെൻഷൻ കിട്ടുമെന്ന് തന്നെ ഒരു അവസ്ഥയിലാണ്. ഇപ്പം 2 ദിവസം എങ്ങാണ്ടേ ഉള്ളൂ ഇനി പേപ്പർ ഇത് അവിടെ വെക്കാനായിട്ട്. അപ്പൊ അതിന്റെ കോപ്പി പോലും പറ്റത്തില്ല, ഒറിജിനൽ പേപ്പർ തന്നെ വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞിട്ട് നമ്മുടെ മീനൂട്ടിക്ക് ഒരു സമാധാനവും ഇല്ല. മീനൂട്ടിക്ക് പിന്നെ ആകെ തുറന്നു പറയാനുള്ളത് ആകാശ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകാശിനെ ഫോൺ വിളിക്കും. അപ്പൊ ആകാശ് നോക്കിയപ്പോൾ മീനൂട്ടി വിളിക്കുന്നു. മീനൂട്ടിയുടെ ഫോൺ കണ്ടോണ്ട് ഇവള് ഈ സമയത്ത് എന്താ വിളിക്കുന്നത് എന്ന് ചോദിച്ചു എടുത്തിട്ട് എന്താ മീനു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഞാൻ ഇപ്പൊ ഫോൺ വിളിച്ചത് വേറെ ഒന്നുമല്ല ആകാശേ, ഞാൻ വലിയൊരു കുഴപ്പത്തിലാന്ന് പറഞ്ഞു. കുഴപ്പത്തിലോ? എന്ത് കുഴപ്പം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? അത് പിന്നെ ഞാനിപ്പോ ഓഫീസിൽ തന്നെയാ ഉള്ളത്. അത് കഴിഞ്ഞ ദിവസം കാണാതായ പേപ്പറില്ലേ, മുഖ്യമന്ത്രി ഒപ്പിട്ട ആ പേപ്പർ, അത് നീ കാണാതായ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അല്ല, അത് നിനക്ക് കിട്ടിയില്ലേ? അത് ഇതുവരെ കിട്ടിയില്ല. ഞാൻ എല്ലാ ഫയലിലും ചെക്ക് ചെയ്തു, ആ ഫയലിലൊന്നുമില്ല. വീട്ടിലൊക്കെ നോക്കി, അവിടെ ഒന്നുമില്ല. ഇപ്പൊ ഒരു മെയിൽ വന്നിട്ടുണ്ട്, വേറൊന്നുമല്ല, സസ്പെൻഷൻ. മിക്കവാറും ഉടനെ തന്നെ എന്നെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടതും ആകാശ് പേടിച്ചു പോയിട്ട് ആകാശ് പറഞ്ഞു, മീനൂട്ടി, നിന്റെ ജോലി
എൻ്റെ ജോലി പോയി എന്ന് കൂട്ടിക്കൊണ്ടാ മതി. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ പേപ്പർ എവിടെ പോയി ഒപ്പിക്കാനാ? ഇനി മുഖ്യമന്ത്രി ഒന്നും കൂടി ആ പേപ്പറിൽ ഒപ്പിട്ട് തരുമോ? ഒരിക്കലുമില്ല. ഇത് മുഖ്യമന്ത്രിക്ക് വരെ പ്രശ്നമുള്ള കേസാ. എനിക്കറിയില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ചിലപ്പം ഇത് സസ്പെൻഷനിൽ ഒതുങ്ങണമെന്നൊന്നുമില്ല. ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. പലരും കേസിന് പോകും. പലരുടെയും ജീവിത പ്രശ്നങ്ങളാ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ആകാശം അങ്ങ് വല്ലാണ്ടായി കേട്ടോ. ആകാശം വല്ലാണ്ടായി. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ബാലൻ ഈ സസ്പെൻഷന്റെ കാര്യം കേട്ടു. അപ്പം ബാലനും ഞെട്ടിപ്പോയിട്ടോ. അപ്പം ആകാശ് വെച്ച ഉടനെ തന്നെ എന്താ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഈ ആകാശിന്റെ ടെൻഷനൊക്കെ കണ്ടപ്പം ബാലൻ ഏകദേശം കാര്യമൊക്കെ പിടികിട്ടി. പറഞ്ഞു വേറെ ആരുമല്ല, മീനൂട്ടിയെ വിളിച്ചത്. മീനൂട്ടിക്ക് സസ്പെൻഷൻ കിട്ടുന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടതും ബാലനും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയിലായി പോവുക ബാലനും. ബാലന് സമാധാനമുണ്ടോ? ബാലന് പിന്നെ കടയിൽ നിൽക്കാനായിട്ട് പറ്റുമോ? ചോറിനാൻ വേണ്ടി ബാലൻ വീട്ടിലെത്തിയ ബാലൻ നേരെ നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ദേവി ആദ്യം വന്നതേ ദേവിയുടെ അടുത്തേക്ക് തന്നെയാ പോകുന്നത്. അങ്ങനെ ദേവിയോട് പറഞ്ഞു, നിനക്ക് അറിയാമോ കാര്യങ്ങളൊക്കെ എത്ര വഷളായി പോയെന്ന്? ആ പേപ്പർ ഇല്ലാത്തത് കൊണ്ടേ ഇപ്പൊ മീനൂട്ടിക്ക് സസ്പെൻഷൻ ആന്നാ പറഞ്ഞത്. ഞാൻ കാരണം അതിൽ ഞാനും ഒരു ഭാഗമാണല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സമാധാനം ഇല്ലാത്തത്. അച്ഛ ഒന്ന് പതുക്കെ പറയുന്നുണ്ടോ? പാലച്ച പതുക്കെ പറ. ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ നമുക്ക് രണ്ടുപേർക്കും ആ പ്രശ്നം. നമുക്ക് രണ്ടുപേർക്കും പ്രശ്നം വരുന്നത് എങ്ങനെയാ? നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞല്ലേ ആ പേപ്പർ വായിച്ചു നോക്കാന്. അത് പിന്നെ പാലച്ച ഞാന് അവിടെ കിടന്ന് ആ ഒരു പേപ്പർ വായിച്ചു നോക്കണ്ട. ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ അറിഞ്ഞോ ഇത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറാന്ന്? അല്ല, നിനക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളതല്ലേ? പിന്നെ നിനക്ക് എന്താ അത് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാത്തത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബാലച്ചൻ നോക്കിക്കഴിഞ്ഞാൽ ബാലച്ചൻ ഇത് ആവശ്യമില്ല അറിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ അത്ര ക്ലിയർ ആയിട്ട് വായിച്ചില്ല. മുഖ്യമന്ത്രി ഒപ്പിട്ടതാണെന്നൊന്നും അതിൽ എഴുതിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടതേ ഉള്ളൂ. ഇപ്പം മീനൂട്ടിയുടെ ജോലി പോകാറായില്ലേ? ഒരു അന്തവും കുന്തവും കിട്ടുന്നില്ല എനിക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി വരികയാണ്. അപ്പം ഗോമതി വന്നപ്പോഴത്തേക്കും അച്ചാ മിണ്ടാതിരിക്കുക, അച്ഛാതെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ മിണ്ടിയില്ല. അപ്പം ബാലന്റെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഗോമതി ചോദിച്ചു, എന്ത് പറ്റി ബാലേട്ടൻ എന്താ ഒരു പരവേശവും വെപ്രാളവും ഒക്കെ പോലെ? ഒന്നുമില്ലാതെ ഭയങ്കര ചൂടുണ്ടോ? എങ്കിൽ പിന്നെ ഫാനിന്റെ ചോട്ടി പോയിരിക്കുക. ഇതിപ്പം എന്തോ പോയ പോലെയാണല്ലോ തോന്നുന്നത്. എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പറ. ഞാൻ പറഞ്ഞില്ല ഗോമതി ഒരു പ്രശ്നവും ഇല്ലെന്ന്. നീ ഇനി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞു ഗോമതിയോട് അങ്ങ് ചൂടാകാണ് നമ്മുടെ ബാലന്. ഈ സമയത്ത് ദേവിയാണെങ്കിൽ അയ്യോ എൻ്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും എൻ്റെ ഭഗവതി? എങ്ങനെയെങ്കിലും ആ സസ്പെൻഷൻ ഒന്ന് ക്യാൻസൽ ആക്കിയാൽ മതിയായിരുന്നു എൻ്റെ ഭഗവതി. അങ്ങനെ ഒരു നിയമമേ വേണ്ടായിരുന്നു എൻ്റെ ഭഗവതി. ആ പേപ്പർ എവിടെ പോയോ എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞ് ഭഗവതീനെ വിളിച്ചുകൊണ്ട് നടക്കാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മിത്രയ്ക്ക് വല്ലാത്തൊരു സംശയം. നമ്മുടെ ആരുടെയാ ദേവിയുടെ ആ ഒരു പരിഭ്രമവും ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആകെപ്പാടെ മൊത്തം കുളമായിട്ടിരിക്കുകയാണ് നമ്മുടെ മീനൂട്ടി. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് വീട്ടിലേക്ക് കയറി വന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ബാലൻ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പൊട്ടിക്കരയാന്ന് പറഞ്ഞ് എൻ്റെ ജോലി പോയി, എൻ്റെ സ്വപ്നങ്ങൾ അതൊക്കെ പോയി. എനിക്കിനി ഒരു ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും എനിക്ക് ജോലിക്ക് കയറാൻ പറ്റൂ, എൻ്റെ കയ്യിലെ കുഴപ്പമല്ലേ ഇത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഭയങ്കര കരച്ചില്. നമ്മുടെ ആകാശവും ഇത്രയും ഒക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും സമാധാനിപ്പിച്ചാൽ നിൽക്കാവുന്ന കേസല്ലല്ലോ ഇത്. ഇതിനപ്പുറം കടന്നുപോയ കേസ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെ സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഗോമതിയൊക്കെ മോളെ പോട്ടെ, സാരമില്ല, ഇനിയിപ്പം സസ്പെൻഷന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്ത് ചെയ്യാനമ്മേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞല്ലോ, അങ്ങേയറ്റത്ത് നിന്ന് വരുന്ന കേസാ ഇതൊക്കെ. ഈ കേസിനൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാനുള്ളതിന് എൻ്റെ ഏത് പൊട്ടബുദ്ധിക്കാണോ ആ ഫയലെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയെന്ന എനിക്കറിയില്ലാത്തത്. എൻ്റെ ഈശ്വര, എങ്ങനെയെങ്കിലും ആ പേപ്പർ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ ചത്ത് കളയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആകപ്പാടെ പേടിയാണ് കേട്ടോ എല്ലാവർക്കും. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇതിനിടയിലാണെങ്കിലോ നമ്മുടെ അലോഹും അവിടെ നമ്മുടെ മിത്രയുടെ അച്ഛനും എല്ലാവരും കൂടെ കല്യാണം നടത്താനുള്ള പ്ലാനിലാണ്. അപ്പം കണ്ടങ്ങ് ബോധിച്ചു. അലോഹിനും ഇഷ്ടപ്പെട്ടു ആ പെണ്ണിനെ. അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ നടത്തണം. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചർച്ച. അത് മാത്രമല്ല, നമ്മുടെ മിത്രയ്ക്ക് കൊടുത്ത ആ ഒരു സ്വർണം ഉണ്ടല്ലോ, ആ സ്വർണം ഉടനെ ലോക്കറിൽ നിന്ന് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിയിപ്പോ എന്തായി തീരുന്നു ദൈവം തമ്പുരാന് മാത്രം അറിയാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് കാണാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ.